ഹലോ, ഞാൻ ലിപിൻലി. അപ്പൊ ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് തുടരും. തുടരും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. കാര്യം പറഞ്ഞാൽ അതിന്റെ സൗണ്ടും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതില് മോഹൻലാലിന്റെ പെർഫോമൻസ്, അതേപോലെ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടില്ല തന്നെയാണ്. പിന്നെ ഇപ്പൊ വന്നിക്കണ കാര്യം എന്ന് പറഞ്ഞാൽ തുടരും സിനിമയിലെ ഒരു 3 മണ്ടത്തരങ്ങള് എന്റെ ശ്രദ്ധയിൽ പെട്ടു പടം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത്. അത് 3 മണ്ടത്തരങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. എനിക്കൊരു മോശമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഫൈറ്റ് നടക്കുമ്പോ മോഹൻലാല് വില്ലന്മാരെ അടിച്ചു ഇടുന്ന സമയത്ത് മോഹൻലാല് ഓടിപ്പോയി കതകും കൊണ്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. കതക് തുറന്ന് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അടിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനില് മോഹൻലാല് കതക് തുറന്നു കഴിഞ്ഞിട്ട് മോഹൻലാലിന്റെ ബാലൻസ് പോണ ഒരു സംഭവമുണ്ട്. മോഹൻലാല് വീഴാൻ പോണ പോലെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് പടത്തിൽ എഡിറ്റ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞുകൂടാ. പുള്ളി എന്തായാലും ഒരു വീഴാൻ പോണ പോലെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത് ബാലൻസ് തെറ്റിയപ്പോ നമ്മൾ വീഴാൻ പോയില്ലേ, അതേപോലത്തെ ഒരു രീതിയിലാണ് അതില് പടത്തിൽ കാട്ടുന്നത്. അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് പുള്ളി വീഴാൻ പോണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും ഒരു ഫൈറ്റ് നടക്കുമ്പോ അങ്ങനെ വീഴാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അത് ആ ഷൂട്ടിന്റെ ഒരു ഒരു സെക്കൻഡിലോ എഡിറ്റിങ്ങിലുള്ള ഒരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ വീഴാൻ പോണത് കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഇന്റർവെല് കഴിഞ്ഞൊരു സംഭവം നടക്കും. ആ സംഭവം നടന്നു കഴിഞ്ഞ് മോഹൻലാലിന് വണ്ടിയിൽ നിന്ന് ഒരു തെളിവ് കിട്ടും. തെളിവല്ല, മോഹൻലാലിന് ഒരു കാര്യം കിട്ടും. ഷീറ്റിന്റെ അടിയിൽ നിന്ന് ഒരു കാര്യം കിട്ടും. ആ സാധനം അപ്പൊ തന്നെ പുള്ളി തുറന്നു നോക്കി കഥ ഫുള്ളും പുള്ളിക്ക് എപ്പോ തന്നെ മനസ്സിലാവും. കാരണം പിന്നെ അങ്ങോട്ടൊരു കഥയുടെ ആവശ്യമില്ല. ആ സാധനം തുറന്നു നോക്കി. പക്ഷെ അത് തുറന്നു നോക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ശോഭന വന്ന് വിളിച്ചാരണം മാറ്റി കളഞ്ഞത്. പിന്നെ രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് പുള്ളി അതുകൊണ്ട് സ്ഥലത്തേക്ക് പോകുന്നത്, ഒരു പുഴയുടെ തീരത്ത് പോകുന്നത്. അവിടെ പോണ സമയത്ത് ഈ സെയിം കിട്ടിയ സാധനം മോഹൻലാലിന്റെ മൊബൈലിന്റെ ഈ കിട്ടിയ സാധനത്തിന്റെ മീതിയാണ് മോഹൻലാലിന്റെ മൊബൈൽ വെച്ച് മാറ്റി വെച്ചത്. അപ്പോഴും മോഹൻലാലിന്റെ തുറന്നു നോക്കിയുള്ള അതൊക്കെ എന്താണെന്ന് പറഞ്ഞുകൂടാ. തുറന്നു നോക്കിയെങ്കിൽ കഥ അവിടെ തീർന്നു. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് ഉണ്ടാവാൻ ഇതില്ല. ചിലപ്പോ അതൊക്കെ ആ സെക്കൻഡ് ഹാഫിന് വേണ്ടി മാത്രമായിരിക്കും പുള്ളി തുറന്നു നോക്കാണ്ടിരുന്നത്. പിന്നെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു പടത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഒരു പകുതിയൊക്കെ രണ്ടാം ഭാഗം സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതിയൊക്കെ കഴിയുമ്പോ കാര്യങ്ങൾ മനസ്സിലായി, മോഹൻലാലിന് മനസ്സിലായി. അപ്പോഴാണ് മോഹൻലാൽ ഈ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. മോഹൻലാൽ ആലോചിക്കും, പോയി തപ്പിപ്പിടിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഏതോ ഒരു കാട്ടിന്റെ ഉള്ളിൽ പോയി, കാട്ടിന്റെ ഉള്ളിലല്ല, കുറച്ച് ചെടികളൊക്കെ നിറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ആ സാധനം മഴയത്താണ് പുള്ളി മൊബൈലിലെ ഫ്ലാഷ് അടിച്ച് നോക്കണതൊക്കെ. ആ സാധനം എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് ഈ പടത്തിൽ ഹൈഡായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ വന്നു, ആര് കൊണ്ടുപോയി ഇട്ടു, അതൊന്നും ഈ പടത്തിൽ കാട്ടുന്നില്ല. അതെന്താ ഒരു പിടുത്തം എനിക്ക് കിട്ടിയില്ല. കാരണം ആ സാധനം അത് വേറൊരു സ്ഥലത്തിരുന്ന സാധനം എങ്ങനെ അവിടെ വന്നു, അതായത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ എങ്ങനെ വന്നു, ആ സാധനം പടം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അത് അവിടെ നിന്ന് വന്നു എന്നത്. അതെനിക്ക് തോന്നിയൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെന്ന് പറഞ്ഞാൽ ശോഭനയ്ക്ക് ഇതില് റോള് കുറവുള്ള പോലെ വെറുതെ ക്ലൈമാക്സിന് വേണ്ടി മാത്രം അത്രയും അഭിനയിച്ച ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അധികം കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലെന്ന് വേണം പറയാൻ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഏതാണ്ട് വന്ന് ഒരു തമിഴ് കളർന്ന ഒരു മലയാളം പറയണു പോണു, ഇത്രേ ഉള്ളൂ. ക്ലൈമാക്സ് ആകുമ്പോ ഒരു ഗംഭീര ഒരു സീനൊക്കെ ഉണ്ട്. ചിലപ്പോ ആ സീന് വേണ്ടി തന്നെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊന്നുമില്ല. എന്തായാലും ഈ കാര്യങ്ങളാണ് എനിക്ക് ആ പടത്തിൽ തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ
ഇല്ല, ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. വേറെ ഒന്നും പറയാനില്ല. കാരണം അത് ചിലപ്പോ ഇനിയിപ്പോ OTT ഇറങ്ങുമ്പോ ഒരുപാട് കണ്ടുപിടുത്തങ്ങള് ഈ പടത്തിൽ വരും. എനിക്ക് OTT ഇറങ്ങണ വരെ ക്ഷമിക്കാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയില്ല, സാവകാശം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ തന്നെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയണെങ്കിൽ, പടം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇതൊരു സ്പോയിലർ വീഡിയോ ആണെന്ന് നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്റെ മനസ്സിൽ എനിക്ക് ആ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും വേറെ വേറെ രീതിയിലാവും. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എല്ലാവരും അങ്ങനെ കാണുക. പടം കാണാത്തവര് തിയേറ്ററിൽ പോയി പടം കാണുക. ശരി എന്നാ.